CPR കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഇലക്ട്രിക് ഷോക്ക് ഏറ്റിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ വൈദ്യുതി നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷനിലൊക്കെ കണക്ഷനൊക്കെ വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ ആ വ്യക്തിക്ക് CPR കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാവൂ. CPR കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആളൊന്ന് തട്ടി വിളിക്കുക. നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ആള് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആളുടെ പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ 2 വിരൽ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ പൾസ് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതുപോലെ ആള് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ശ്വാസം എടുക്കുമ്പോൾ പൊങ്ങും താഴുകയും ചെയ്യില്ലേ, ആ ഒരു പ്രക്രിയ ആള് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊന്നും കാണുന്നില്ല എന്നാണെങ്കിൽ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. ലേറ്റ് ആകാനേ പാടില്ല. ഒരു 10 സെക്കൻഡ് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് എടുക്കാവുള്ളൂ. CPR തുടങ്ങുന്നതിന് മുമ്പായിട്ട് എമർജൻസി ആയിട്ട് ആംബുലൻസിന് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പിന് വിളിക്കുക. അതുപോലെ തൊട്ടടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആളെയും കൂടി ഹെൽപ്പിന് വിളിക്കുക. ഇത് കുറച്ചൊരു അധ്വാനമുള്ള പണിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാളെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കൈ ഇതേപോലെ ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ചെസ്റ്റിൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ കംപ്രസ് ചെയ്യണം. അതുപോലെ 1 മിനിറ്റിൽ 100 മുതൽ 100 പ്രാവശ്യം വരെ കംപ്രസ് ചെയ്യണം. ഓരോ 30 കംപ്രഷനടക്കം 2 പ്രാവശ്യം ആൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടതുണ്ട്. രണ്ടാളുണ്ടാകുമ്പോൾ പ്രത്യേകത വെച്ചാൽ ഒരാൾ കംപ്രഷൻ കൊടുക്കും, മറ്റേ കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇയാൾ ടയേർഡ് ആകുമ്പോൾ ഈ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ആൾ കംപ്രഷനിലേക്കും അതുപോലെ കംപ്രഷൻ കൊടുക്കുന്ന ആൾ കൃത്രിമ ശ്വാസത്തിലേക്കും മാറാനും പറ്റും. ആ വ്യക്തിക്ക് പൾസ് ശ്വാസം തിരിച്ചു വരുന്നവരെ CPR കൊടുത്തുകൊണ്ടേയിരിക്കുക. ശക്തമായ ഒരു കംപ്രഷൻ മൂലം റിബ്സ് ഒക്കെ ഒടിഞ്ഞ് ഉള്ളിൽ ഇഞ്ചുറി ഉണ്ടായേക്കാം. എന്നാൽ അതുപോലെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ CPR കൊടുത്തില്ല എങ്കിൽ 10 മിനിറ്റ് വരെയൊക്കെ ഈ വ്യക്തിക്ക് ആയുസുള്ളൂ. ഈ ഒരു ഇഞ്ചുറി ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിയാൽ ശരിയാക്കാൻ നൂതന ടെക്നോളജി ഒന്നുണ്ട്. അതുപോലെ അതിനുമാത്രം കഴിവുള്ള ഡോക്ടർമാർ ഇന്ന് ഹോസ്പിറ്റലിലുണ്ട്. ബ്രീത്തിങ് പൾസുമുള്ള ഒരു വ്യക്തിക്ക് പോയിട്ട് CPR കൊടുക്കരുത്. കാരണം ചിലപ്പോൾ അത് ഇഞ്ചുറി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ആ വ്യക്തി ചിലപ്പോൾ എഴുന്നേറ്റ് വന്ന് നമ്മുടെ തല്ലാനും ഇടയായേക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് CPR കൊടുക്കാൻ അറിയില്ല എന്ന് തന്നെ വെക്കട്ടെ, ഇത്തരം സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ചെസ്റ്റിന് ഒരു കംപ്രഷനെങ്കിലും കൊടുക്കുക. അത് ചിലപ്പോൾ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചേക്കാം. ഈ പറഞ്ഞതൊക്കെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് CPR ചെയ്യുന്ന വിധമാണ്. എന്നാൽ കുട്ടികൾക്ക് CPR കൊടുക്കേണ്ടത് വേറെ വിധത്തിലാണ്. അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. താങ്ക് യു.